എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നോമ്പുതുറ പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന പാല് ഡയറക്റ്റായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. 6 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്നുകൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് ഉപയോഗിക്കാവുന്നതാണ്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് പിച്ചിയിട്ടാലും മതിയാകും. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ അരികുകൾ മുറിച്ച് മാറ്റേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് ഞാൻ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ബ്രെഡ് നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. അത്ര മാത്രമേ ഉള്ളൂ. ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉടച്ചൊന്നും കൊടുത്തിട്ടില്ല. ആ ഒരു ബ്രെഡൊക്കെ ഒന്ന് നനഞ്ഞ് വരുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. 2 മീഡിയം വലുപ്പത്തിലുള്ള അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചല്ല, ഒരല്പം കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു പഴം നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പഴം മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു നെയ്യിൽ ഈ ഒരു പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് ഉടച്ചെടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഉടഞ്ഞിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്, ആ ഒരു പാത്രത്തിൽ ഒരല്പം നെയ്യിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നെയ്യൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ഏലക്കയൊക്കെ താഴെ പോയിട്ട് അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ ആകുന്ന രീതിക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാകത്തിന് ഇതൊന്നാക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്തിരിക്കുന്ന ആ ഒരു പഴം കൂടെ വെച്ച് കൊടുക്കാം. മൊത്തത്തിൽ കവർ ചെയ്ത് വരുന്ന രീതിക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. 2 മീഡിയം വലുപ്പത്തിലുള്ള പഴം ഉപയോഗിച്ചാൽ ഈ ഒരു രീതിക്ക് നിരത്തി വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതുപോലൊരു പഴയ തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം ഈ ഒരു പാൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരത്തേക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. നോക്കൂ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു പാനിലും ഒരല്പം നെയ്യ് തടവിയിരുന്നു. വീണ്ടും നമുക്കൊരു 5 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യാനുണ്ട്. ആ ഒരു പുറം ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ ഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 5 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടോട്ടൽ കുക്കിംഗ് ടൈം ഇതിൻ്റെത് 20 മിനിറ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പോളയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പഴം കൂടെ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. ബ്രെഡും പാലും മുട്ടയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള പലഹാരം തന്നെയാണിത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നോമ്പുതുറ പലഹാരമായിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.